Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin ala ali Muhammad. നമുക്കിന്ന് സൂറത്ത് തൗബയിലെ 61-62 സൂക്തങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم. يحلفون بالله لكم ليرضوكم والله ورسوله أحق أن يرضوه إن كانوا مؤمنين. വമിൻഹും അവരിലുണ്ട് അല്ലദീന യുഅ്ദൂന നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നവർ. വയഖൂലൂന അവർ പറയുകയും ചെയ്യും ഹുവ ഉദുനുൻ അവൻ ഒരു കാതാണ് എന്ന് അവർ പറയുകയും ചെയ്യും. കുൽ നബി അങ്ങ് പറയണം ഉദുനു ഖൈരിൻ ലക്കും ഉദുനു ഖൈരിൻ നന്മയുടെ കാതാണ് അദ്ദേഹം. ലക്കും നിങ്ങൾക്ക്. യുഅ്മിനു ബില്ലാഹി അദ്ദേഹം അല്ലാഹുവിനെ വിശ്വസിക്കുന്നു. വയുഅ്മിനു ലിൽ മുഅ്മിനീന വയുഅ്മിനു ലിൽ മുഅ്മിനീന മുഅ്മിനുകളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. വറഹ്മത്തുൽ ലില്ലദീന ആമനു അദ്ദേഹം വിശ്വാസികൾക്ക് കാരുണ്യമാണ് മിൻകും നിങ്ങളിൽ നിന്നുള്ള. വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി റസൂലുള്ളാഹിയെ ഉപദ്രവിക്കുന്നവർ അള്ളാഹുവിൻ്റെ ദൂതനെ ഉപദ്രവിക്കുന്നവർ ലഹും അദാബുൻ അലീം അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. യഹ്ലിഫൂന ബില്ലാഹി അവർ അള്ളാഹുവിനെ പിടിച്ച് ആണയിടും സത്യം ചെയ്ത് പറയും. ലക്കും യഹ്ലിഫൂന ബില്ലാഹി ലക്കും നിങ്ങളോട് ലിയുർലൂക്കും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. വല്ലാഹു വ റസൂലുഹു അഹഖു അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ് ഏറ്റവും അവകാശമുള്ളവർ അർഹതയുള്ളവർ. അൻ യുർദൂഹു അവർ തൃപ്തിപ്പെടുത്തുവാൻ. ഇൻ കാനൂ മുഅ്മിനീൻ അവർ വിശ്വാസികളാണെങ്കിൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. വമിൻഹുമുല്ലദീന യുഅ്ദൂന നബിയ അവരിൽ നബിയെ ഉപദ്രവിക്കുന്നവരുണ്ട്. വയഖൂലൂന ഹുവ ഉദുനുൻ അവർ അദ്ദേഹം ഒരു കാതാണെന്ന് പറയുന്നു. ഖുൽ ഉദുനു ഖൈരിൻ ലക്കും പറയുക നന്മയുടെ നിങ്ങൾക്ക് നന്മയുടെ കാതാണ് അദ്ദേഹം. യുഅ്മിനു ബില്ലാഹി അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു. വയുഅ്മിനു ലിൽ മുഅ്മിനീന വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. വറഹ്മത്തുൽ ലില്ലദീന ആമനു മിൻകും നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അദ്ദേഹം കാരുണ്യവുമാണ് റഹ്മത്തുമാണ്. വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി അള്ളാഹുവിൻ്റെ ദൂതനെ ഉപദ്രവിക്കുന്നവർ പ്രയാസപ്പെടുത്തുന്നവർ ലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. യഹ്ലിഫൂന ബില്ലാഹി ലക്കും നിങ്ങളോടവർ സത്യം ചെയ്തു പറയുന്നു. ലിയുർലൂക്കും നിങ്ങളെ പൊരുത്തപ്പെടുത്താൻ വേണ്ടി തൃപ്തിപ്പെടുത്താൻ വേണ്ടി. വല്ലാഹു റസൂലുഹു അഹഖു അൻ യുർലൂഹു അവർ തൃപ്തിപ്പെടുത്തുവാൻ അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ് ഏറ്റവും അവകാശമുള്ളവർ ഏറ്റവും അർഹതയുള്ളവർ. ഇൻ കാനൂ മുഅ്മിനീൻ അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ. കപടവിശ്വാസികളുടെ ചില അടയാളങ്ങൾ പറയുകയാണ്. ഈ അടയാളങ്ങൾ പറയുന്നത് അവരെ വിശ്വാസികൾക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണെന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കാനാണ് ഈ അടയാളങ്ങൾ പറയുന്നത്. അതോടൊപ്പം അത്തരം അടയാളങ്ങൾ സ്വന്തത്തിലുണ്ടോ എന്ന് ആലോചിച്ച് കാപട്യത്തിൽ നിന്ന്
മുക്തി നേടാനുമാണ്. കപടന്മാരുടെ ലക്ഷണം പറയാണ്. എന്തിനാ കപടന്മാരുടെ ലക്ഷണം പറയണത്? ഒന്ന്, വിശ്വാസികൾക്ക് അവരെ തിരിച്ചറിയാൻ ആ സ്വഭാവമുള്ളവർ കാപട്യമുള്ളവരാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ സ്വഭാവം എന്നിലുണ്ടോ ഞങ്ങളിലുണ്ടോ, ഉണ്ടെങ്കിൽ കാപട്യത്തിൻ്റെ ലക്ഷണം എന്നിലുമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാം, കാപട്യത്തിൽ അകപ്പെടാതിരിക്കാൻ. അതാണ് അവിടെ. എന്താണ് മിൻഹും, ആ കപടന്മാരിലുണ്ട്. ആരാ ഉള്ളത്? അല്ലദീന, ഒരു കൂട്ടം, യുഅ്ദൂന നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിക്കുന്നു. ശാരീരികമായ ഉപദ്രവമല്ല, മാനസികമായ ഉപദ്രവം. അതെങ്ങനെയാണ്? നബിയുടെ സദസ്സിലിരുന്നു കൊണ്ട് എല്ലാം കേട്ട് മനസ്സിലാക്കി പുറത്തു പോയിട്ട് അതിനെതിരെ പ്രചരിപ്പിക്കുക. പുറത്തുനിന്ന് പലതരം കുറ്റപ്പെടുത്തലുകൾ. അതിൽ നബുത്തൽ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നബിയുടെ സദസ്സിൽ വന്നിരിക്കും, മദീന പള്ളിയിൽ വന്നിരിക്കും. എന്നിട്ട് കേട്ടതൊക്കെ അയാളുടെ സുഹൃത്തുക്കളായ കപടന്മാരോട് പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് ഇന്നതൊക്കെയാണ് അവിടെ ഉണ്ടായത്, മുഹമ്മദ് ഇന്നതൊക്കെയാണ് പറഞ്ഞത്, അനുയായികൾ ഇന്നതൊക്കെയാണ് ചോദിച്ചത്. എന്നിട്ട് അവസാനം പറയും, അയാളുണ്ടല്ലോ, മുഹമ്മദ് ഉണ്ടല്ലോ, ആരെന്ത് പറഞ്ഞാലും കേൾക്കും. അങ്ങനൊരു ചെവിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെന്ത് പറഞ്ഞാലും കേട്ട് വിശ്വസിക്കുന്ന ഒരു സാധു മനുഷ്യൻ എന്ന് പറയും. അയാൾ ചെവിയാണെന്ന് പറയും. ഉദുനുൻ, ഒരു കാതാണ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും പറയാം, ഒക്കെ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷിയൊന്നും അയാൾക്കില്ല. ഇത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇകഴ്ത്തുക, അതിനെ സംബന്ധിച്ചാണ് ഈ സൂക്തത്തിലെ സൂചന എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചില കപടവിശ്വാസികൾ തമ്മിൽ നബിനെ പരിഹസിച്ച് സംസാരിക്കും തങ്ങളുടെ സഭയിൽ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ വർത്താനെങ്ങാനും അയാളുടെ ചെവി കേട്ടാണ്ടല്ലോ നമ്മളെ വെറുതെ വെക്കൂല. അയാൾ എന്താ പിറ്റേന്ന് നബിൻ്റെ സദസ്സിലേക്ക് വരും പോകണ്ടേ? ഇവർ നബിൻ്റെ സദസ്സിലുണ്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളാന്നും പറഞ്ഞ് ഇവിടെ വരും. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമല്ല. എന്തിനാ പിന്നെ വരുന്നത്? നബിനെ ബോധ്യപ്പെടുത്താൻ. അങ്ങോട്ടാണ് വിജയം എന്ന് വെച്ചാൽ അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കാമെന്ന് കരുതിയിട്ടാ, ഭൗതിക നേട്ടം. അപ്പോൾ അവർ സ്വകാര്യമായി ഒഴിഞ്ഞു നിന്നാൽ അവർ പറയും, നബിനെ കുറ്റം പറയും, ഓരോ ജാതി കുറ്റങ്ങൾ ഉണ്ടാക്കി പറയുന്നത്. അപ്പോൾ ആരെങ്കിലും കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ സംഭവിച്ചാൽ നമ്മൾ ഈ പറഞ്ഞൊക്കെ അയാൾ കേട്ടാൽ വലിയ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ പറയും, എന്ത് പ്രശ്നം? നമ്മളവിടെ ചെന്നാൽ അയാളോട് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറയും. അപ്പോൾ അയാൾ അതും വിശ്വസിക്കും. അപ്പോൾ അയാളതും ഇങ്ങനെ എല്ലാം വിശ്വസിക്കുന്ന, ഒരു കാര്യങ്ങൾ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത, സത്യവും അസത്യവും ഒന്നും മനസ്സിലാകാത്ത ഒരു സാധുവാണ് എന്ന്. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒക്കെ അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുക, മിൻഹുമുല്ലദീന യുഅ്ദൂന നബിയ, അവരിൽ നബിയെ ഉപദ്രവിക്കുന്നവരുണ്ട്. മാനസികമായി, വർത്തമാനം കൊണ്ട്, കുത്തുവാക്കുകൾ കൊണ്ട്, ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ കൊണ്ട് നബിയെ ഉപദ്രവിക്കുന്നവർ ആ മുനാഫിക്കുകളിലുണ്ട്. വയഖൂലൂന, അവർ പറയുന്നു, ഹുവ ഉദുനുൻ, ഓനൊരു കാതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെന്ത് പറഞ്ഞാലും കേൾക്കണ, അതൊക്കെ സത്യമെന്ന് വിശ്വസിക്കണ ഒരു മനുഷ്യൻ. ഹുവ ഉദുനുൻ. അതാണ് അവർ ഗൂഢാലോചന നടത്തിയിട്ട് നമുക്ക് അവനോട് പോയിക്കാണ്ട് പിന്നെ സത്യം ചെയ്ത് പറയണം, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ അതും വിശ്വസിച്ചോളും എന്ന് അവർ പറയണത്. അപ്പോൾ ഇതാണ് ഹുവ ഉദുനുൻ. ഉദുന കാത്, ചെവി, ഒരു ചെവിയനാണ് അല്ലെങ്കിൽ ഒരു കാതാണ് എന്നൊക്കെ നബിയെ അവർ പരിഹസിച്ച് പറയും. കുൽ നബിയെ, അങ്ങ് അവരോട് അഥവാ അവർ പറഞ്ഞത് നബി അറിഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് അങ്ങ് പറഞ്ഞു കൊള്ളണം അവരോട്, ഉദുനു ഖൈരിൻ ലക്കും, നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന കാത് തന്നെയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. മുനാഫിഖീങ്ങൾ പറയുന്നത് കളവാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ഇല്ലേ? നമ്മൾ സൂറത്തുൽ മുനാഫിഖൂനിൽ പഠിക്കണില്ലേ അത്? വല്ലാഹു യഅലമു ഇന്ന ഹഖ്ക ലറസൂലു വല്ലാഹു യഅലമു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങൾ കദിബ് പറയാൻ അള്ളാഹ്ക്കറിയാം, അത് അള്ളാഹ് റസൂലിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ്. പിന്നെ അദ്ദേഹം എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സത്യം പറയുന്നത് ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ആരാണ് കള്ളന്മാർ നുണ പറയുന്നത് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരെയും അദ്ദേഹത്തിന് അറിയാം, ഓരോ വ്യക്തിയെയും അറിയാം, ഓരോ വ്യക്തി. അതുകൊണ്ടാണല്ലോ മുനാഫിഖീങ്ങളുടെ പേര്, കുറച്ച് ആൾക്കാരുടെ പേര് അദ്ദേഹം ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇനി ആൾക്കാരെയൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് ഓരൊക്കെ മുനാഫിഖീങ്ങളാണ്, കപടന്മാരാണ്, അവരെ വിശ്വസിക്കരുത്.
ആരോടൊട്ട് പറയും വേണ്ട, എന്നോട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്നുള്ള വിധത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കപടന്മാരുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഉദുനു ഖൈരിലക്കും, നിങ്ങൾക്ക് ഖൈറിൻ്റെ കാത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖൈറ് വരണം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ ശരി ഏതാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. കളവ് പറയുന്നവരാരാണെന്നും കളവ് എന്താണെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതാണ് ഖുൽ പറയണം ഉദുനു ഖൈരിലക്കും. യുഅ്മിനു ബില്ലാഹ്, അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വയുഅ്മിനു ലിൽ മുഅ്മിനീന, വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെ കൂട്ടത്തിലുള്ള കാപ്പട്യക്കാരെ, അഭിനയിക്കുന്നവരെ അദ്ദേഹത്തിന് തിരിച്ചറിയാം. അവർ പറയുന്നതൊന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. മുഅ്മിനീങ്ങൾ പറയുന്നത് അദ്ദേഹം അംഗീകരിക്കുന്നു, മുഅ്മിനീങ്ങളെ അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ കപടന്മാരെ അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല എന്നുകൂടി സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് യുഅ്മിനു ബില്ലാഹി, അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വയുഅ്മിനു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെയും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഅ്മിനുകൾ പറയുന്ന കാര്യം അദ്ദേഹം ഉൾക്കൊള്ളുന്നു, വിശ്വസിക്കുന്നു. കപടന്മാർ പറയുന്ന കാര്യം അദ്ദേഹം വിശ്വസിക്കാറില്ല, അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. അതൊക്കെ തിരിച്ചറിയുവാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ആ വിഷയത്തിലൊക്കെ പിന്തുണക്കുന്നുമുണ്ട്. വറഹ്മത്തുൽ ലില്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് കാരുണ്യമാണ് അദ്ദേഹം. കാരുണ്യമുള്ളവനാണ് എന്നല്ല, അദ്ദേഹം കാരുണ്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. വിശ്വാസികളോട് അദ്ദേഹത്തിനുള്ള സ്നേഹം, അദ്ദേഹത്തിനുള്ള ആദരവ്, അദ്ദേഹത്തിനുള്ള പരിഗണന പലപ്പോഴും അദ്ദേഹം വാക്കുകളിലൂടെ ഓരോ വിശ്വാസിയെയും പരിഗണിച്ചുകൊണ്ട് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ 100 നാവുകളായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അത്ഭുതകരമായ അഭിനന്ദന വാക്കുകൾ ഓരോരുത്തരെയും നമ്മൾ അംഗീകരിക്കണം, ആളുകൾ അംഗീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു, ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ റഹ്മത്ത്, മൂമിനീങ്ങളോട് അദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹമാണ്. മൂമിനീങ്ങൾ വേദനിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പ്രയാസമായിരുന്നു. വബിമാ റഹ്മത്തി മിനല്ലാഹി ലിൻതലഹും, സൂറത്ത് ആൽ ഇംറാനിൽ നമ്മൾ പഠിച്ചില്ലേ, അള്ളാഹുവിൻ്റെ കരുണ കൊണ്ടാണ് താങ്കൾ അവരോട് വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്നത്. വറഹ്മത്തുൽ ലില്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരോട് ഏറെ കാരുണ്യമുള്ളവൻ, അല്ല കരുണ തന്നെയാണ് അദ്ദേഹം. കരുണയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? കരുണയുടെ പര്യായമായിട്ട് അദ്ദേഹത്തെ നീതിയാണ് ഉമർ എന്ന് പറയാറുണ്ടല്ലോ റളിയല്ലാഹു അൻഹു, അങ്ങനെ പറയാറുണ്ട്. അത് അങ്ങനെ ആളുകളെ ആ ഗുണം ഉള്ളവൻ, പൂർണ്ണമായുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അത് പറയുക. വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി, അള്ളാഹുവിൻ്റെ ദൂതനെ ഉപദ്രവിക്കുന്നവർ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടാകും. ശിക്ഷയുണ്ടാകുന്നല്ല, അല്ല വേദനയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഹ്ലിഫൂന ബില്ലാഹി ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളോട് അവർ സത്യം ചെയ്ത് കാര്യങ്ങളൊക്കെ പറയും. സത്യം ചെയ്ത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിക്കും എന്നർത്ഥം. വിശ്വാസികളെ ലിയുർലൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ, നിങ്ങളെ പ്രീതിപ്പെടുത്താൻ, നിങ്ങളെ പ്രീണിപ്പിക്കുവാൻ അവർ ശ്രമിക്കും. എന്നാൽ വല്ലാഹു വ റസൂലുഹു അഹഖു അൻ യുർലൂഹു, വല്ലാഹു അല്ലാഹുവാണ്, വറസൂലുഹു അവൻ്റെ ദൂതനുമാണ്, അഹഖു ഏറ്റവും അവകാശപ്പെട്ടവർ അല്ലെങ്കിൽ ഏറ്റവും അർഹതയുള്ളവർ, അൻ യുർലൂഹു അവരെ തൃപ്തിപ്പെടുത്താൻ. വിശ്വാസികളെ തൃപ്തിപ്പെടുത്താനല്ല അവർ നോക്കേണ്ടത്, അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അതുപോലെ ചെയ്യുന്നില്ല, ഒരു കള്ളത്തരാണ്. വിശ്വാസികളോട് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വൈബ് അറിയില്ലല്ലോ, അവർ ഉള്ളിലിരിപ്പ് അറിയില്ലല്ലോ, അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം. അതെങ്ങനെ? അള്ളാഹ് അപ്പോൾ അറിയിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർ വിശ്വാസികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. അതാണ് അവർക്ക് കൂടുതൽ. അവരെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുവാനും, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ തന്നെ അള്ളാഹിൻ്റെ റസൂലിനും തൃപ്തി ഉണ്ടാവുള്ളൂ. രണ്ടും ഒരേ തൃപ്തിപ്പെടുത്തലല്ലല്ലോ. അള്ളാഹുവിനുള്ള തൃപ്തിപ്പെടുത്തൽ അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. അതവർ ചെയ്യുമ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ വിശ്വസിക്കാൻ സാധിക്കൂ, അവരെ ഇഷ്ടപ്പെടാൻ സാധിക്കൂ.
അതുകൊണ്ട് അവർ അള്ളാഹുവിനെ അവൻ്റെ ദൂതനെ തൃപ്തിപ്പെടുന്ന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതവർ ചെയ്യണില്ല. പുറമേക്ക് അവർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അവഗണിച്ചും നിന്ദിച്ചും മുസ്ലിമീങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് വരുത്താൻ. അങ്ങനെ വരുത്തിയാലും അള്ളാഹു അവരെ തിരിച്ചറിയും. അള്ളാഹു തിരിച്ചറിഞ്ഞവരെ അള്ളാഹു എല്ലാവരെയും തിരിച്ചറിയും. അള്ളാഹു താല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ സാമാന്യ മുസ്ലിമീങ്ങൾക്ക് ആരൊക്കെയാണ് മുനാഫിക്കുകൾ അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഉമർ ഖത്താബ് ആ വിവരം അറിഞ്ഞപ്പോൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞു എന്ന് എനിക്ക് തോന്നണേ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, ആരൊക്കെയുള്ളതെന്നല്ല, ആരൊക്കെയാണ് ആ മുനാഫിക്കുകളെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അതിലുണ്ടോ, എൻ്റെ പേരുണ്ടോ എന്നാണ് ചോദിക്കണത്. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു? അബൂബക്കർ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. 10 ആളെ പേരെണ്ണി പറഞ്ഞു. ഇതിൽ 4 ഖലീഫമാരുണ്ട്. ഇത് രണ്ടാമനാണ് ഉമർ ഖത്താബ്. ഈ ഉമർ ഖത്താബാണ് പിന്നെ പേടിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത്, ഇതിൻ്റെ പേരുണ്ടോ, ഇതിൻ്റെ പേര് മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിലൊക്കെ നിഫാഖുണ്ടോയെന്ന് തിരിച്ചറിയണം, പരിശോധിക്കണം, പുനഃപരിശോധന നടത്തണം. മറ്റുള്ളവരെ മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും ആക്കളല്ല നമ്മളെ പണി. നമ്മൾ മുനാഫിഖാകുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടത്. അതാണ് ഉമർ ഖത്താബ് അന്വേഷിച്ചത്. പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ സ്വകാര്യമായിട്ട് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ നിരീക്ഷിക്കും. എന്തിനാണ്? അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ അല്ലേ? ഹുദൈഫത്തുൽ യമാനിക്ക് അറിയാലോ ആരൊക്കെയാണ് മുനാഫിഖീങ്ങളെന്ന്. അപ്പോൾ മുനാഫിഖാണെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടല്ലോ. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനിനെ സ്വകാര്യമായിട്ട് നിരീക്ഷിക്കും. ഹുദൈഫത്തുൽ യമാനി നിസ്കരിക്കാതെ മടങ്ങി പോവുകയാണോ? ഉമർ ഖത്താബ് പിന്നെ നിസ്കരിക്കൂല. കാരണം എന്താ? മുനാഫിഖീങ്ങൾ ആരാ? കാഫിരീങ്ങളാ, ഒരു നരകക്കാരാ. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ ഖത്താബ് നിസ്കരിക്കാൻ പോയപ്പോൾ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇത് മരിച്ചതേ അത് മറ്റോനാട്ടോ, മറ്റോനാ എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങളിൽപ്പെട്ടവരെ നിസ്കരിക്കാൻ പോകണ്ട. വേറെ ആരോടും അത്. ഉമർ ഖത്താബ് തന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എന്താണ് അറിയാം? നിങ്ങളോട് മാത്രം ഞാൻ അത് പറയാം, ഇനി ആരോട് ഞാൻ പറയില്ല. നിങ്ങളതിൽ പെട്ടിട്ടില്ല, നിങ്ങളതിലില്ല. ഇനി ആരോട് ഞാൻ തൊട്ട് പറയില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ അറിയാം. ഈ മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുണ്ടാകുകയും അവരുടെ അടയാളങ്ങൾ പറഞ്ഞു തരികയാണ് നമുക്ക്. നിങ്ങളെ ഈ പടരുതേ, നമ്മളെ പഠിപ്പിക്കുക. അത് നമ്മൾ തിരിച്ചറിയേണ്ട എന്താണ്? നമുക്ക് പറ്റുമല്ലോ, തിരിച്ചറിയാൻ പറ്റൂലല്ലോ. ഇപ്പോൾ അടയാളങ്ങളിലൂടെയാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ സ്വയം അതിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാം കേട്ടോ. ഇൻകാനു മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിനെയും അവരുടെ ദൂതനെയുമാണ് അവർ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അർഹതയുള്ളത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വമിൻഹും അല്ലദീന യുഊദൂന നബിയ്യ, അവരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നവരുണ്ട്. വയഖൂലൂന ഹുവ ഉദുനുൻ, അദ്ദേഹം ഒരു ചെവിയാണ് എന്നവർ പറയും. കുൽ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഉദുനു ഖൈരില്ലക്കും, നിങ്ങൾക്ക് നന്മയുടെ കാതാണ് അദ്ദേഹം, ചെവിയാണ് അദ്ദേഹം, നന്മയുടെ കാര്യങ്ങളാണ് അദ്ദേഹം കേൾക്കുന്നത്. അത് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം കാര്യങ്ങൾ കേൾക്കുന്നു, അതൊക്കെ തിരിച്ചറിയുന്നു. യുഅ്മിനു ബില്ലാഹി, അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു. വയുഅ്മിനു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ വർത്തമാനത്തെയും കാര്യങ്ങളെയും ഒക്കെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. മുനാഫിഖീങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്ന് സൂചന. വറഹ്മത്തുൽ ലില്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസികളായവർക്ക് അദ്ദേഹം ഒരു കാരുണ്യവുമാണ്. വല്ലദീന യുഅ്ദൂന റസൂലല്ലാഹി, അല്ലാഹുവിൻ്റെ ദൂതനെ ഉപദ്രവിക്കുന്നവർ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. യഹ്ലിഫൂന ബില്ലാഹി ലക്കും, അവർ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് നിങ്ങളോട് പറയും, ലിയുർലൂക്കും, നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന്. വല്ലാഹു വറസൂലുഹു അഹഖു, അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ് ഏറ്റവും അവകാശമുള്ളത്. അൻയുർലൂഹു, അവർ അവനെ തൃപ്തിപ്പെടുത്തുവാനൊന്ന് അള്ളാഹാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇൻകാനു മുഅ്മിനീൻ, അവർ വിശ്വാസികളാണെങ്കിൽ. എന്നും കരുത്തുറ്റ വിശ്വാസികളിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ തരം കാപ്പട്യത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹ്.